മോഹൻലാൽ ചിത്രം എമ്പുരാനെതിരെ വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനും തീരുമാനം. ചിത്രത്തിൽ 17ലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും. കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റമുണ്ടാകും. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറും. തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും. ഹിന്ദുവിരുദ്ധ അജണ്ടയാണ് എമ്പുരാനിലുള്ളതെന്നും 2022 കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതിലൂടെ പൃഥ്വിരാജ് രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പിലാക്കിയതെന്നും RSS മുഖപത്രമായ ഓർഗനൈസറിൽ പരാമർശിക്കുന്നു. അതേസമയം വിവാദങ്ങൾക്കിടയിലും റിലീസ് ചെയ്ത 48 മണിക്കൂറിനുള്ളിൽ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയുടെ വാക്കുകളാണെന്ന് പോലീസ് കുറ്റപത്രം. ദിവ്യയാണ് ഏകപ്രതിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. നവീൻ ബാബു മരിച്ച് 5 മാസത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേരള സർവകലാശാലയിലെ MBA 3ാം സെമസ്റ്റർ ഉത്തരപേപ്പർ നഷ്ടമായത് പാലക്കാട് നിന്നെന്ന് സ്ഥിരീകരിച്ച് അധ്യാപകൻ. ജനുവരി 13 രാത്രി 10 മണിക്ക് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ഉത്തരക്കടലാസ് ഉൾപ്പെടെ സൂക്ഷിച്ച ബാഗ് നഷ്ടമായതെന്നും അധ്യാപകൻ പറഞ്ഞു. അതേസമയം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും പരീക്ഷ എഴുതുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ജീവനക്കാരി മേഘയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന ആരോപണവുമായി പിതാവ് മധുസൂദനൻ. മകൾ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടുവെന്നും മകളുടെ ശമ്പളത്തുക മുഴുവൻ മലപ്പുറം സ്വദേശിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെടിക്കെട്ട് വിവാദം തരികിട പരിപാടിയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ദേവസ്വം ഭാരവാഹികളായ രാകേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിമാരുടെ മുൻപിലെത്തിച്ചതാണ്. 2 മണിക്കൂറാണ് ചർച്ച ചെയ്തത്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. സർക്കാരിന് നിയമപരമായി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കണക്കിൽപ്പെടാത്ത 2 കോടിയോളം രൂപയുമായി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം 2 പേരെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയായ രാജഗോപാൽ, ബീഹാർ സ്വദേശിയായ സതീഷ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 20 വർഷത്തോളമായി കൊച്ചിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് രാജഗോപാൽ എന്നാണ് വിവരം. തായ്ലൻഡിനെയും മ്യാൻമാറിനെയും പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിൽ മരണസംഖ്യ 1000 കടന്നു. 2500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് മ്യാൻമറിലാണ്. മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50-നാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. രാജവാഴ്ചയും ഹിന്ദുരാജ് പദവിയും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. വെള്ളിയാഴ്ച കാഠ്മണ്ഡുവിൽ സുരക്ഷാ സേനയും രാജഭരണത്തെ അനുകൂലിക്കുന്നവരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു പ്രതിഷേധക്കാരനും ഒരു ക്യാമറാമാനും കൊല്ലപ്പെട്ടത്. അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 112 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ അക്രമവുമായി ബന്ധപ്പെട്ട് 105 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.